നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക്. ശ്രീലങ്ക ഫോളോ ഓൺ ചെയ്യുന്ന ശ്രീലങ്ക അവരുടെ സെക്കൻഡ് ഇന്നിങ്സിൽ രണ്ടാം ഇന്നിങ്സിൽ 4-ാം ദിവസമായി ഇന്ന് കളി അവസാനിപ്പിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റണ്ണ് എന്ന നിലയിലാണ്. അതായത് ആദ്യ ഇന്നിങ്സിൽ 213 റണ്ണിൻ്റെ ലീഡ് നേടിയിരുന്ന ഇന്ത്യക്ക് 16 റൺ മാത്രമാണ് ഇപ്പോൾ ശ്രീലങ്ക മുന്നിലുള്ളത്. ആ ലീഡ് കഴിച്ചാൽ പിന്നെ 229ലേക്ക് 16 റണ്ണ് മാത്രമാണുള്ളത്. 6 വിക്കറ്റ് അവർക്ക് നഷ്ടമായിരിക്കുന്നു. ഇനി വെറും 4 വിക്കറ്റ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അതായത് എഫക്റ്റീവ്ലി 16-6 എന്ന നിലയിലാണ് അവർ. തീർച്ചയായും 5-ാമത്തെ ദിവസം കാര്യമായി മഴ പെയ്യാതിരുന്നാൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ത്യ ഈ കളി ജയിക്കും, ഈ ടെസ്റ്റ് ജയിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. ആദ്യ ഇന്നിങ്സിൽ 290 റണ്ണാണ് ശ്രീലങ്ക എടുത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൊനാൽ ദിനുഷ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ച സൊനാൽ ദിനുഷ തന്നെ സെക്കൻഡ് ടെസ്റ്റിലും രണ്ടാമത്തെ ടെസ്റ്റിലും സെഞ്ചുറി അടിച്ചു. 103 റണ്ണാണ് സൊനാൽ ദിനുഷ അടിച്ചത്. പസിന്ദു സൂര്യ ഭണ്ഡാര 80 റൺ അടിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ അടിച്ചിരുന്നു. ഇന്ത്യക്ക് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണ 3-ഉം മാനവ് സുതാർ 3-ഉം വിക്കറ്റ് വീഴ്ത്തി. സാരാംശ് ജെയിന് 2 വിക്കറ്റുണ്ട്. രവീന്ദ്ര ജഡേജയ്ക്കും മുഹമ്മദ് സിറാജിനും ഓരോ വീതം വിക്കറ്റാണ് വീഴ്ത്തിയത്. രണ്ടാമത്തെ ഇന്നിങ്സിൽ ശ്രീലങ്ക ഭേദപ്പെട്ടാണ് ബാറ്റ് ചെയ്തത്. അവരുടെ ആദ്യ ഇന്നിങ്സിൽ 80 റൺ അടിച്ച പസിന്ദു രണ്ടാമത്തെ ഇന്നിങ്സിൽ 92 റൺ അടിച്ചു. ഒപ്പം തന്നെ കാമിന്ദു മെൻഡിസ് 55 റൺ അടിച്ചു. ഇരുവരും തമ്മിൽ മികച്ച ഒരു കൂട്ടുകെട്ടുണ്ടാക്കി. എന്നാൽ ഒരിക്കൽ കാമിന്ദു മെൻഡിസ് ഔട്ടായതിനു ശേഷം പിന്നീട് തുടരെ 3 വിക്കറ്റുകൾ ശ്രീലങ്കയ്ക്ക് നഷ്ടമായി. അതോടുകൂടി അവർക്ക് കളിയിലുണ്ടായിരുന്ന ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. എന്തായാലും 229-6 എന്ന നിലയിലാണ് ശ്രീലങ്ക 4-ാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 503 റൺ എടുത്ത് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. പിന്നീട് ബാറ്റ് ചെയ്ത ശ്രീലങ്ക 1-ാം ഇന്നിങ്സിൽ 290 റൺ എടുത്തു. അതോടെ 213 റണ്ണിൻ്റെ ലീഡ് ഇന്ത്യക്ക് വഴങ്ങിയ ശ്രീലങ്ക രണ്ടാമത്തെ ഇന്നിങ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റണ്ണ് എന്ന നിലയിലാണ്. അതായത് ഇപ്പോൾ അവർ വെറും 16 റണ്ണിന് മാത്രമാണ് മുന്നിൽ. വെറും 4 വിക്കറ്റ് മാത്രമാണ് അവരുടെ കൈവശമുള്ളത്. രണ്ടാമത്തെ ഇന്നിങ്സിൽ പ്രസിദ്ധ് കൃഷ്ണ 1 വിക്കറ്റ് വീഴ്ത്തി, മുഹമ്മദ് സിറാജ് 1 വിക്കറ്റ് വീഴ്ത്തി, മാനവ് സുതാർ 2 വിക്കറ്റ് വീഴ്ത്തി, സാരാംശ് ജെയിൻ, രവീന്ദ്ര ജഡേജ എന്നിവരും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. അങ്ങനെ എന്തായാലും ഇന്നും മഴയുണ്ടായിരുന്നു. മഴ കാരണമാണ് നേരത്തെ കളി അവസാനിപ്പിച്ചത്. നാളെ മഴ ഇല്ലെങ്കിൽ, കാര്യമായി മഴ തടസ്സം, ഒരു 1/2 ദിവസമെങ്കിലും കളി നടക്കുകയാണെങ്കിൽ ഇന്ത്യ ഈ ടെസ്റ്റ് ജയിക്കും എന്നത് ഉറപ്പാണ്. കാരണം ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് മുന്നിൽ ശ്രീലങ്ക തകരുന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഒപ്പം പ്രസിദ്ധ് കൃഷ്ണയുടെ ഫാസ്റ്റ് ബൗളിങ്ങും അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്തായാലും ഈ കളിയിൽ ഇന്ത്യ ജയിക്കാനാണ് മിക്കവാറും സാധ്യതകളെല്ലാം.